എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. 2 ആഴ്ച മുമ്പ് ശ്രീ ശങ്കരാചാര്യ സ്വാമികളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു മാതൃപഞ്ചകത്തിനെക്കുറിച്ച് ഇനി എനിക്ക് പറയാമെന്ന്. അപ്പോൾ മെയ് 12 ശ്രീ ശങ്കരജയന്തി ആയതുകൊണ്ട് അത് പറയാം എന്ന് കരുതിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മദിനമാണ് മെയ് 12. ശങ്കരാചാര്യ സ്വാമികളെക്കുറിച്ച് ഉള്ള അറിവുകളിൽ കുറച്ച് കാര്യങ്ങൾ 2 ആഴ്ച മുമ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ബാക്കി മാതൃപഞ്ചകത്തിനെക്കുറിച്ചുള്ളത് ഞാൻ പറയാമെന്ന് കരുതിയാണ്. ഞാൻ വായിച്ചിട്ടുള്ള കൃതിയെക്കുറിച്ച് ഉള്ള എൻ്റെ ചെറിയ അറിവുകൾ നിങ്ങൾക്കുമായിട്ട് പങ്കുവെക്കുകയാണ്. ശങ്കരാചാര്യ സ്വാമികളുടെ ദർശനവും സംസ്കൃതി സംബന്ധമായ ദീർഘവീക്ഷണവും ഏതാണ്ട് അതേപടി തന്നെ അതിൻ്റെ സമഗ്രതയിൽ ഉൾക്കൊണ്ട് ഭാരതീയമായ ആർഷ പാരമ്പര്യം പുനരുദ്ധരിക്കാൻ ആഗോള പ്രസ്ഥാനം പടുത്തുയർത്താൻ ചിന്മയാനന്ദ സ്വാമികൾക്ക് കഴിഞ്ഞു എന്നത് ശങ്കരാചാര്യ സ്വാമികളുടെ അനുഗ്രഹവും നമ്മുടെ ഭാഗ്യവുമായി കരുതാം. ആദിശങ്കര ജയന്തി മെയ് 12 എങ്കിലും ചിന്മയ ജയന്തി മുതൽ ചിന്മയ ശങ്കരം എന്ന പേരിൽ എറണാകുളത്ത് ആഘോഷം നടന്നു വരുന്നു. ശങ്കരാചാര്യർ രചിച്ച മാതൃപഞ്ചകം എന്ന കൃതിയിൽ അമ്മയുടെ മഹത്വം നമുക്ക് ദർശിക്കാം. 8-ാം വയസ്സിൽ സന്യസിച്ച് ദേശം വിട്ട ശങ്കരൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തിരുന്നു. എന്നെ കാണണമെന്ന് അമ്മ എപ്പോൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് എത്തിക്കൊള്ളാമെന്ന്. അതുപോലെ തന്നെ അമ്മ ശങ്കരനെ കാണണമെന്ന് അമ്മയുടെ അന്ത്യവേളയിൽ അമ്മ ആഗ്രഹിച്ചു. ശങ്കരൻ ഉടൻ എത്തുകയും ചെയ്തു. തപസ്യായ മകൻ്റെ സന്നിധിയിൽ വെച്ച് ആ പുണ്യവതിയായ മാതാവ് ശരീരം പിടിഞ്ഞു. അമ്മയുടെ ശവസംസ്കാര ചടങ്ങുകൾ ചെയ്യുന്ന സമയത്ത് ആ പുത്രൻ 5 ശ്ലോകങ്ങൾ ചൊല്ലി. അതാണ് മാതൃപഞ്ചകം. ശ്രീ ശങ്കരൻ അമ്മയെ വന്ദിക്കുന്ന സംസ്കൃതത്തിലെ കൃതിയുടെ മലയാളത്തിലുള്ള അർത്ഥം വായിക്കാനിടയായി. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ശങ്കരൻ പറയുകയാണ്, അമ്മ എന്നെ ഗർഭം ധരിച്ചു നിൽക്കുന്ന സമയം അമ്മ അനുഭവിച്ച വേദന ആർക്ക് വിവരിക്കാനാകും? ഞാൻ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ശരീരം ക്ഷീണിച്ച് ആഹാരത്തിന് രുചി കുറഞ്ഞ് ഛർദ്ദിച്ച് വിഷമിച്ച് തള്ളി നീക്കിയ കാലം. ജനിച്ചതിന് ശേഷമോ 1 വർഷത്തോളം മലത്തിലും മൂത്രത്തിലും കിടന്ന് മലിനമായ കുഞ്ഞിനെ എന്നെ നോക്കാനുള്ള കഷ്ടപ്പാട്, ഉറക്കമൊഴിച്ചുള്ള പരിചരണം, പട്ടിണി കിടന്നും എന്നെ പോറ്റുന്ന അമ്മ, എണ്ണിയാലൊടുങ്ങാത്ത ത്യാഗം ചെയ്തിട്ടുള്ള അമ്മയോട് ഏത് മകനാണ് ആ കടം തീർക്കാൻ കഴിയുക? അമ്മേ, മകൻ എത്ര വലിയവനായാലും അവിടുത്തോടുള്ള കണക്കുകൾ തീർക്കാൻ സാധ്യമല്ല. അതിനാൽ അവിടുത്തെ ഞാൻ നമിക്കുന്നു അമ്മേ, നമിക്കുന്നു. ഗുരുകുലത്തിൽ താമസിച്ച് പഠിക്കുന്ന സമയം ഞാൻ സന്യസിച്ചതായി സ്വപ്നം കണ്ട് അതിരാവിലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്നു അമ്മ ആശ്രമത്തിൽ. അമ്മ ഇപ്പോഴും അമ്മയെ ഞാൻ ഇപ്പോഴും എൻ്റെ സ്മൃതിപഥത്തിൽ കാണുന്നുണ്ട്. നീ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ കുഞ്ഞേ എന്ന് കരഞ്ഞുകൊണ്ട് വന്ന അമ്മയെ കണ്ട് സഹപാഠികളും എൻ്റെ ഗുരുനാഥനും ഒക്കെ കരഞ്ഞുപോയി. അമ്മേ, ആ സ്നേഹത്തിന് മുന്നിൽ നമസ്കരിക്കുവാൻ മാത്രമേ എനിക്ക് കഴിയൂ, ഈ മകന് കഴിയൂ. അമ്മേ, അവിടുന്ന് ശരീരം വെടിയുന്ന വേളയിൽ 1 തുള്ളി ദാഹജലം ആ ചുണ്ടുകളിൽ ഇറ്റിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. സന്യാസി ആയതിനാൽ ശ്രാദ്ധം മുട്ടാനും എനിക്കായില്ലല്ലോ. അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാത്തതിൽ ഈ മകനോട് ദയവ് ചെയ്ത് പൊറുക്കണമേ. നീ എൻ്റെ മുത്തല്ലേ, രത്നമല്ലേ, കണ്ണിൻ്റെ കണ്ണല്ലേ, എൻ്റെ രാജാവല്ലേ, ദീർഘായുസായിരിക്കുവാൻ ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞ് കുട്ടിക്കാലത്ത് എന്നെ ലാളിച്ച ആ അമ്മയുടെ വായിൽ ഉണക്കലരി ഇടാൻ മാത്രമേ
എനിക്കിന്ന് കഴിയൂ. പ്രസവവേദന സഹിക്കാൻ വയ്യാതെ അമ്മ അച്ഛാ, ശിവ, കൃഷ്ണ, ഗോവിന്ദ, ഹരേ, മുകുന്ദ എന്നിങ്ങനെ നാമം ഉരുവിടുന്നു. അമ്മ വേദന സഹിച്ചതായി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മേ, അവിടുത്തെ സന്നിധിയിൽ ഞാനിതാ കൂപ്പ് കൈയോടെ വന്നിക്കുന്നു. എല്ലാം ത്യജിച്ച് സന്യാസി പോലും അമ്മ എന്ന രണ്ടക്ഷരത്തിന് മുന്നിൽ തല കുനിക്കുന്നു. കാരണം അമ്മയെന്ന ആ രണ്ടക്ഷരത്തിൽ പരമദിവ്യമായ ഈശ്വരഭാവം നിലനിൽക്കുന്നുണ്ട്. വിശ്വതേജാവായ ശ്രീ ശങ്കരനാണ് അമ്മയോടുള്ള കണക്ക് തീർക്കാൻ ഒരു സന്താനത്തിനും കഴിയുകയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. നോക്കൂ, അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരികയാണ്, നമ്മളെ വിളിച്ച് പറയുകയാണ്. അതുകൊണ്ട് നമ്മളുടെ മാതാപിതാക്കളെ അവരുടെ വയസ്സുകാലത്ത് അവർക്ക് വയ്യാതാവുന്ന സമയത്ത് അവരെ പരിചരിക്കണമെന്ന് നമ്മളോട് പറയുകയാണ്. ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ മാതൃപഞ്ചകം സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരിക്കലെങ്കിലും അത് വായിച്ചിരിക്കേണ്ടതാണ്. ഞാനും നേരത്തെ ഒന്നും അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. നാട്ടിൻപുറത്താണ് ജനിച്ചു വളർന്നത്. അന്ന് അവിടെയൊക്കെ ക്ഷേത്രത്തിലെ പ്രഭാഷണമോ സപ്താഹയജ്ഞമോ ഒന്നുമില്ലായിരുന്നു. ഭജനയോ രാമായണം വായനയോ ഭാഗവത പാരായണമോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും നാട്ടിൻപുറത്തായാലും പട്ടണത്തിലായാലും എല്ലാം സപ്താഹവും പ്രഭാഷണവും ഒക്കെ നടന്നു വരുന്നുണ്ട്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് ഇന്ന് പ്രഭാഷണം സപ്താഹയജ്ഞം ഒക്കെ കേട്ടു തുടങ്ങിയത്. അങ്ങനെ ഞാൻ മാതൃപഞ്ചകം കേൾക്കാനിടയായത്. അതിലെ അർത്ഥം എനിക്ക് ശരിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. പിന്നീട് ഭർത്താവ് അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഞാൻ പലപ്പോഴും കരയുകയുണ്ടായി അതിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ. ആ സമയത്ത് ഞാനും ഒരമ്മയാകാൻ തുടങ്ങുന്ന സമയമായിരുന്നു. എനിക്കപ്പോൾ എൻ്റെ അമ്മയെ കാണണമെന്ന് വലിയ ആഗ്രഹം തോന്നി. യാത്ര ചെയ്യാൻ വയ്യാത്ത കൊണ്ട് അമ്മ എൻ്റെ അടുക്കിലേക്ക് വരികയും എൻ്റെ അടുക്ക വന്നപ്പോൾ ഞാൻ അമ്മയോട് ഈ മാതൃപഞ്ചകത്തിലെ കാര്യങ്ങളൊക്കെ പറയുകയും അമ്മ അനുഭവിച്ച വേദനകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത് അപ്പോഴാണെന്നും അമ്മയോട് ഒരുപാട് വഴക്കിട്ടതും പിണങ്ങിയതിൻ്റെയും എല്ലാ കാര്യം പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ അമ്മ എന്നെ ആശ്വസിപ്പിച്ചു. അമ്മ പറഞ്ഞു, അതേ ഓർത്തൊന്നും മോള് വിഷമിക്കേണ്ട. എല്ലാ കുട്ടികളും ചെറുപ്പത്തിൽ അങ്ങനെ അമ്മയുടെ അടുക്കൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഈ സമയത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അമ്മയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഈ സമയത്ത് ഒരിക്കലും കരയാൻ പാടില്ല. നമ്മളെപ്പോഴും സന്തോഷവതിയായിരിക്കണം. ഒരമ്മയും തൻ്റെ മക്കളെ ഒരിക്കലും ശപിക്കുകയോ അവരെ പരിചാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, കരയാതെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ ആശ്വസിപ്പിച്ചു. അതുകൊണ്ട് ഇനിയും കരയരുതെന്നാണ് പറഞ്ഞത്. മാതാപിതാക്കൾ ഒരിക്കലും നമ്മളെ ശപിക്കത്തില്ല, അല്ലേ? നമ്മൾ തന്നെ പിള്ളേരെ വഴക്ക് പറയുകയോ പിണങ്ങുകയൊക്കെ ചെയ്താൽ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ പിണക്കമെല്ലാം മറന്നു പോകും. നമ്മൾ വിവാഹം കഴിഞ്ഞ് ഭർത്തൃഗൃഹത്തിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ അമ്മയെ വിട്ട് വിദേശത്ത് ജോലിക്ക് പോകുമ്പോഴോ പഠിക്കാൻ പോകുമ്പോഴോ ഒക്കെ ആയിരിക്കും നമുക്ക് കൂടുതലും അമ്മയുടെയും അച്ഛൻ്റെയും ആ സ്നേഹവും കരുതലും നമ്മളോടുണ്ടായിരുന്ന ആ ശ്രദ്ധയുമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അമ്മയുടെ അച്ഛൻ്റെയും വില അറിയുന്നത്, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ അമ്മയോടും അച്ഛനോടും നമ്മളുടെ കടമയും കർത്തവ്യങ്ങളുമൊക്കെ വേണ്ട രീതിയിൽ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് നമ്മൾ ഈ മാതൃപഞ്ചകത്തിലെ ഈ വരികൾ വായിച്ചു കഴിയുമ്പോൾ അതൊന്ന് വായിക്കണം. ഈ കഥ കേട്ട് അർത്ഥം മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അത് വായിക്കുമ്പോഴാണ്. ആ സംസ്കൃതത്തിലുള്ളത് മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ വീഴ്ന്നണിയും. നമുക്കപ്പോഴാണ് കൂടുതൽ ഒരു അമ്മയോടും അച്ഛനോടുമുള്ള ആ സ്നേഹവും വാത്സല്യവും ഉണ്ടാകുന്നത്. ഏതായാലും നമ്മുടെ പുതിയ തലമുറയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാതാപിതാക്കളെ നിന്ദിക്കുകയോ അവരെ പരിചരിക്കുന്നതിൽ ചെയ്യാതിരിക്കുകയോ ചെയ്യത്തില്ല. പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലും ക്ഷേത്ര പരിസരത്തും ഒന്നും കൊണ്ടൊന്നും വിടത്തില്ല. നമുക്കറിയാം എല്ലാവർക്കും വാർദ്ധക്യവും മരണവും ഒക്കെ ഉണ്ടാകും. അത് അനിവാര്യമായിട്ടുള്ളതാണ്. ചിലർക്ക് വാർദ്ധക്യത്തിൽ ആരോഗ്യം കാണും. പലരും വിചാരിക്കുന്നത് വാർദ്ധക്യം മരണം ഇതൊന്നും നമുക്ക് വരത്തില്ല എന്നുള്ള ഭാവമാണ്. അതൊന്നുമല്ല, എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാകുമൊരിക്കൽ. അത് മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കാൻ. നമ്മൾ മാതാപിതാക്കളെ നോക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടോ ബാധ്യതയായിട്ടോ ഒന്നും കാണരുത്. യൗവനവും യുവത്വവും ഒന്നും എന്നും നിലനിൽക്കില്ല. എല്ലാം
എല്ലാവർക്കും ഉള്ളതാണ് മരണവും വാർദ്ധക്യമെന്ന് മനസ്സിലാകണം. ഒരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട്, പഴുത്ത ഇലകൾ താഴോട്ട് പൊഴിയുമ്പോൾ വൃക്ഷത്തിൽ നിൽക്കുന്ന പച്ചിലകൾ അത് കണ്ട് പരിഹസിക്കും. തങ്ങൾക്ക് ഈ അവസ്ഥ വരില്ല എന്ന ഭാവത്തിലാണ്. അവരറിയുന്നുണ്ടോ? വളരെ വിദൂരമല്ല, നമ്മൾക്കും ഈ അവസ്ഥ ഉണ്ടാകും, നമ്മളും ഇതുപോലെ ഒരിക്കൽ പഴുത്തു പൊഴിഞ്ഞു പോകും എന്ന് അവരറിയത്തില്ല. ഇതുപോലെയാണ് നമ്മൾ വിചാരിക്കുന്നത്. വാർദ്ധക്യത്തെ നമ്മൾ നേരത്തെ മനസ്സിൽ കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വേണ്ടത്ര പരിചരണം കൊടുത്ത് അവരെ നോക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെ മാതൃപഞ്ചകത്തിലെ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഓർമ്മ വരും. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ അവരെ വേണ്ട രീതിയിൽ പരിചരിക്കും. നമ്മൾ പരിചരിക്കുന്ന കണ്ട് നമ്മുടെ കുട്ടികളും അവരെ വേണ്ട രീതിയിൽ പരിചരിക്കും. പരിചരിക്കും. പിന്നീട് വയസ്സാകുമ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും അവർ നോക്കിയതാണല്ലോ, അതുകൊണ്ട് എൻ്റെ അച്ഛനെയും അമ്മയും എനിക്കും നോക്കണം എന്ന് ആ കുട്ടികൾ കണ്ടുപഠിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയും പരിചരിക്കുന്നതും അവരോട് പെരുമാറുന്നതും നമ്മുടെ കുട്ടികൾ കണ്ടുപഠിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ ശങ്കര ജയന്തിയിലെങ്കിലും ഈ മാതൃപഞ്ചകത്തിൻ്റെ ഓർമ്മകളിലൂടെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാം. അവരോടുള്ള സ്നേഹവും കടപ്പാടും ചെയ്യാം. ജീവിച്ചിരിക്കുമ്പോഴാണ് അവരോടുള്ള കടമയും കടപ്പാടുമൊക്കെ ചെയ്യേണ്ടത്. മരിച്ചു കഴിഞ്ഞ് അവരോടുള്ള കർമ്മമൊക്കെ ചെയ്തിട്ട് ഞാനെല്ലാം ഭംഗിയായി ചെയ്തു എന്ന് പറയുന്നതിലല്ല അർത്ഥം. അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് വേണ്ടിയുള്ള കടമകളും സ്നേഹവും അവരോടുള്ള പരിചരണവും എല്ലാം വൃത്തിയായി ഭംഗിയായി ചെയ്യേണ്ടത്. അതാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ ഓർത്ത് ചെയ്താൽ നന്നായി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒരു കഥയുമായി ഉടനെ വരാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. എല്ലാവർക്കും നമസ്കാരം.